പശ്ചിമേഷ്യയിൽ യുദ്ധസാഹചര്യത്തിന് അറുതി വരുത്തിക്കൊണ്ട് യുഎസുമായുള്ള സമാധാന കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഇറാൻ. കരാർ ഒപ്പുവെക്കുന്നതോടെ ലോകത്തെ പ്രധാന കപ്പൽപാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നുകൊടുക്കുമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുന്നത്. ഇറാനുമേലുള്ള നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കും എന്നുള്ളതാണ് കരാറിലെ പ്രധാന ധാരണ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിന്റെ പ്രധാന ഭാഗമായാണ് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള നീക്കം നടത്തുന്നത്. ഇതിനു പകരമായി ഇറാനെതിരായ അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ അടുത്ത ഘട്ടത്തിലായിരിക്കുമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ പൂർണ്ണമായി പാലിച്ചാൽ മാത്രമേ സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൂ എന്നാണ് അമേരിക്കയുടെ നിലപാട്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത്. പിന്നാലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ആഗോള എണ്ണ വിപണിയിലും വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു. കരാർ പ്രാബല്യത്തിൽ വന്നാൽ ലോകത്തെ എണ്ണ പ്രകൃതിവാതക ഗതാഗതത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സമാധാന കരാറിന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതിയുടെ അന്തിമ അംഗീകാരം ലഭിക്കാനുണ്ടെന്നും ഉടൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.